ഒരുപാടൊന്നും ആഗ്രഹിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നും ആഗ്രഹിക്കാതെ ഇരിക്കുമ്പോൾ ചിലത് ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരും. ഒരുപക്ഷെ അതിന് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയുമുണ്ടാകും. നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ നിരപരാധിത്വം ആരുടെയും മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കാലം സാക്ഷിയാണ്. വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. സന്തോഷം വരുമ്പോൾ വാക്ക് കൊടുക്കുകയും ദുഃഖം വരുമ്പോൾ കൊടുത്ത വാക്ക് മറക്കുകയും അരുത്. കാരണം ഒന്നും സ്വന്തമായി ഇല്ലാത്തവർക്ക് ആകെയുള്ളത് ചിലരോടുള്ള വിശ്വാസം മാത്രമാണ്. ചിരിപ്പിക്കാനും പിണക്കം മാറ്റാനും അറിയില്ലെങ്കിൽ കരയിപ്പിക്കാൻ പോകരുത്. നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ ചിരിപ്പിക്കുക, തണലേകുക. അതാണ് മറ്റൊരു മനുഷ്യന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം. സ്വന്തം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുക എന്നത്. മടുത്തവരുടെ അടുത്ത് എത്രയൊക്കെ യാചിച്ചാലും പിന്നാലെ പോയാലും തിരിച്ചു കിട്ടുന്നത് ഒഴിവാക്കൽ മാത്രമായിരിക്കും. എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്നും ഒരിക്കലും വഞ്ചിക്കുകയില്ല എന്നുമുള്ള വിശ്വാസം. ആ വിശ്വാസം തകർന്നാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ്. തളർത്താനും പുച്ഛിക്കാനും 100 പേര് കാണും. പക്ഷെ ജയിക്കണമെങ്കിൽ നാം ഒരാൾ വിചാരിച്ചാൽ മാത്രം മതി. മാറി നിന്ന് നമ്മളെ സത്യസന്ധമായി വെറുക്കുന്ന മനുഷ്യരെക്കാൾ ഭയക്കണം നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് സ്നേഹം അഭിനയിക്കുന്ന മനുഷ്യരെ. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം, അവഗണിക്കപ്പെട്ടു പോയേക്കാം. എങ്കിലും ഒന്നിനും ആരുടെയും കാലു പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്വം അനുഭവിക്കേണ്ടി വരും. വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും. വീണ്ടു വിചാരമില്ലാതെ തൊടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അത് ആഴത്തിൽ വന്നു പതിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ്. അവരിൽ പലർക്കും ക്ഷമിക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരാളെ നല്ല ഭംഗിയുള്ളതായി കാണാൻ അയാൾക്ക് ഒരുപാട് സൗന്ദര്യമൊന്നും വേണ്ട. കാണുന്ന ആളുടെ മനസ്സിൽ അയാളോട് സ്നേഹമുണ്ടായാൽ മതി. എത്ര തന്നെ ആത്മാർത്ഥമായ ബന്ധം ആയാൽ പോലും അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം തിരിച്ചില്ലെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരിക്കാനോ തർക്കിക്കാനോ വാദിക്കാനോ നിൽക്കരുത്. നിങ്ങൾ വേദനയോടെയാണെങ്കിലും മൗനമായി അവിടെ നിന്ന് മാറിക്കൊടുക്കണം. ഒരു പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വയം നിശബ്ദരാകുന്നു. അവൻ്റെ അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് വേദനിപ്പിച്ച അവൻ്റെ മനസ്സിൻ്റെ തീരുമാനമാണത്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക. തികഞ്ഞ സംതൃപ്തിയോടെ ഉറങ്ങുക. തെറ്റുകൾ വന്നുപോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നത് സ്വപ്നങ്ങൾ തന്നെയാണ്.